everyone, welcome back to Xylem Learning. അക്ഷയ് സാർ ആണ്. സോ 5 മിനിറ്റിൽ 5 മാർക്ക് ഉറപ്പിക്കുകയാണ്. അതും നമ്മുടെ പ്രധാനപ്പെട്ട ചാപ്റ്ററായ റീച്ചിങ് ദ ഏജ് ഓഫ് അഡോളസൻസ് എന്ന ചാപ്റ്ററിലെ 5 മാർക്ക് നമ്മൾ എടുക്കാൻ പോവാണ്. സോ ഒന്നാമത്തെ ചോദ്യം, ഒട്ടും സമയം നമുക്ക് കളയാനില്ല, അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യത്തിൽ കിടക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താ? പീരീഡ് ഓഫ് മെച്യൂരിറ്റി ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. മെച്യൂരിറ്റി ഓഫ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് പറയുമ്പോൾ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി. റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് മക്കളെ? ഒരു ആണിന് അച്ഛനാവാനുള്ള കാപ്പബിലിറ്റി, പെണ്ണിന് അമ്മയാവാനുള്ള കാപ്പബിലിറ്റി ലഭ്യമാകുന്നു. റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി, അവരുടെ സെക്സ് ഓർഗൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന ഏജിനെ നമ്മൾ അഡോളസെന്റ് പീരീഡ് എന്നാണ് പറയാ. അഡോളസെൻസ് പീരീഡ് എന്ന് തന്നെയാണ് പറയാ. മെൻസ്ട്രേഷൻ അല്ല, ജസ്റ്റേഷൻ അല്ല, നൺ ഓഫ് ദീസ് അല്ല. മെൻസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പീരീഡ്സ് ആണ് അല്ലെ. ജസ്റ്റേഷൻ എന്ന് വെച്ചാൽ എന്താ? പ്രസവം, നമ്മുടെ എന്താ പറയാ, ഗർഭകാലഘട്ടത്തെയാണ് അല്ലെ ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. കൺസെപ്ഷൻ മുതൽ പ്രസവം വരെയുള്ള സമയമാണ് ജസ്റ്റേഷൻ. അപ്പൊ അതല്ല ഓപ്ഷൻ വരും. ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്, അഡോളസൻസ് പീരീഡ് എന്നാണ് അതിന്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഡിഫൈൻ പ്യൂബർട്ടി എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ എങ്ങനെ നിങ്ങൾ ആൻസർ ചെയ്യും? നോക്കിക്കോളൂ. ദ പ്രോസസ് ബൈ വിച്ച് ചൈൽഡ്സ് ബോഡി, ഒരു കുട്ടിയുടെ ബോഡി എന്ത് ചെയ്യാണ്? ഇവോൾവ് ചെയ്ത് ട്രാൻസിഷൻ ആവുകയാണ് ഇൻ ടു എൻ അഡൽട്ട് ബോഡി. അപ്പൊ ഒരു ട്രാൻസിഷൻ ആണ്, ചൈൽഡ് ബോഡിയിൽ നിന്ന് അഡൽട്ട് ബോഡിയിലേക്ക് ഒരു ട്രാൻസിഷൻ. ആൻഡ് അച്ചീവ് സെക്ഷൽ മെച്യൂരിറ്റി. അതായത് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി തന്നെയാണ് സെക്ഷൽ മെച്യൂരിറ്റി. ഇതിനെയാണ് നമ്മൾ പ്യൂബർട്ടി എന്ന് പറയാം. വിത്ത് മോസ്റ്റ് ചിൽഡ്രൻ ഇറ്റ് ഒക്കർ ജനറലി അറൌണ്ട് 10 to 12 years ഓഫ് ഏജ്. ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ അവിടെയുണ്ട്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഗേൾസ് ആണ് പെട്ടെന്ന് ഉണ്ടാവുക ഈ അഡോളസന്റ് പീരീഡ്, അല്ലെങ്കിൽ പെട്ടെന്ന് സെക്ഷൽ മെച്യൂരിറ്റിയിലേക്ക് വരുന്നുണ്ടാവുക. വാട്ട് ഈസ് ആദംസ് ആപ്പിൾ? നമ്മുടെ തൊണ്ടയിൽ കാണുന്ന ഈ ആദംസ് ആപ്പിൾ എന്താണ്? ആക്ച്വലി ലാരിങ്സ് അഥവാ നമ്മുടെ വോയിസ് ബോക്സ്, സൗണ്ട് ബോക്സ് ഉണ്ട് ഇവിടെ അല്ലെ, വോയിസ് ബോക്സ്. ഇത് എൻലാർജ് ചെയ്ത് വരും ആൺകുട്ടികളിൽ. അപ്പൊ അതാണ് ഈ പുറത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് ആദംസ് ആപ്പിൾ ആയിട്ട് കാണുന്നത്. എപ്പോഴാണ്? പ്യൂബർട്ടി ആണ്. അറ്റ് പ്യൂബർട്ടി a bigger voice box develop in boys which can be seen as a projecting region of the throat. ഇതിനെയാണ് ആദംസ് ആപ്പിൾ എന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വോയിസ് ബോക്സ് അഥവാ ലാറിങ്സ് ആണ് അല്ലെ. ലാറിങ്സ് ഡെവലപ്പ് ചെയ്ത് പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യാണ്. പെൺകുട്ടികളാണെങ്കിൽ ഇത് അങ്ങനെ നമുക്ക് പ്രൊജക്ട് ചെയ്ത് കാണത്തില്ല, അവർക്ക് അത്ര വലുതാവാത്തത് കൊണ്ട്. സോ അടുത്തത് ചോദ്യം, ഡിഫൈൻ ഹോർമോൺസ്. ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ ശരീരത്തിലെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് ഹോർമോൺസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ പല ചേഞ്ചസും കൊണ്ടുവരാൻ കാരണം ഹോർമോൺസ് ആണ്. അടുത്ത ചോദ്യം എന്താ? വിച്ച് ഹോർമോൺസ് ഹെൽപ്പ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ? അത് ആണിലും പെണ്ണിലും വ്യത്യസ്തമാണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. ആണിലാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ, പെണ്ണിലാണെങ്കിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് കൊണ്ടുവരുന്നത്. സോ ആ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ എന്താണെന്ന് കൂടി ജസ്റ്റ് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് അവിടെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ മെയിൽസിലേക്ക് വരുമ്പോൾ ബിയാർഡ്, മുസ്താഷ്, ഫേഷ്യൽ ഹെയറിന്റെ ഗ്രോത്ത്, ബോഡി ഹെയറിന്റെ ഗ്രോത്ത്, ബ്രോഡനിങ് ഓഫ് ദ ഷോൾഡർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. പ്യൂബിക് ഹെയറിന്റെ ഗ്രോത്ത് പറയാം. റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ എൻലാർജ്മെന്റ് സംഭവിക്കുന്നു. ഗേൾസിലാണെങ്കിൽ ബ്രസ്റ്റ് എൻലാർജ്മെന്റ് സംഭവിക്കുന്നു. വേസ്റ്റ് റീജിയൻ, ഹിപ്പ് റീജിയൻ, ഹിപ്പ് ബോൺ കുറച്ചുകൂടി വലുതാവും, വീതി കൂടുന്നു, വൈഡനിങ് ഓഫ് ദ ഹിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ബോഡി ഹെയറിന്റെ ഗ്രോത്ത്, പ്യൂബിക് ഹെയറിന്റെ ഗ്രോത്ത്, ഇതൊക്കെ സംഭവിക്കും. സോ ഇത്രയുമാണ് നമുക്ക് 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ. ഓരോ ചോദ്യങ്ങൾക്കും ഓരോ മാർക്ക്, നമുക്ക് 5 മാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു സെഷനാണ് നിങ്ങൾ ഈ കണ്ടത്. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ആൻഡ് സ്റ്റേ സേഫ്.